നമ്മൾ എന്ത് പറഞ്ഞിരുന്നാലും ആ പറയുന്നത് ശരിയല്ല എന്ന് മറുപടി പറഞ്ഞാൽ ചിലവർക്ക് മനസ്സമാധാനമാവും. നമ്മളെ പരിചയക്കാരുടെ ഇടയിലും സുഹൃത്തുക്കളുടെ ഒക്കെ അങ്ങനെ ഉള്ളവരുണ്ടാവും. നിങ്ങളൊരു കാര്യം പറഞ്ഞു, ഉടനെ അതങ്ങനെയല്ല എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ഇതൊരു മിടുക്കാണോ? നിങ്ങളെ എത്ര പേർ അംഗീകരിക്കുന്നു? അതാണ് ഒരാളുടെ ക്ഷേമത്തായിട്ട് നമ്മൾ പറയാറ്. ഞാൻ ആരാന്നാ വിചാരം. കാരണം ഇത്രയും പേര് അംഗീകാരമുണ്ട്. എനിക്ക് നിങ്ങളുടെ ഒന്നും ഓശാരം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കും ഇലക്ഷന്. ഒറ്റയ്ക്ക് നിന്നാലും ജയിക്കും. അപ്പൊ നിങ്ങളെ എത്ര പേർ അംഗീകരിക്കുന്നു അറിയേണ്ടത് ഇതല്ല, നാം എത്ര പേരെ അംഗീകരിക്കുന്നു. ഇതല്ലേ ഒരു വ്യക്തിയുടെ മഹത്വം? ഇതല്ലേ ഒരു വ്യക്തിയുടെ ശ്രേഷ്ഠത? ഞാൻ എത്ര പേരെ അംഗീകരിക്കുന്നു. ചിലരിക്കും ഏതാ പാർട്ടി? ഒരാൾ പറഞ്ഞു നിങ്ങൾ ഏതാ പാർട്ടി എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. അയാളൊരു പാർട്ടിക്ക് വേണ്ടിയിട്ട് ചാവണമെന്നാണ്. എല്ലാത്തിനെയും അംഗീകരിച്ചുകൂടെ? എല്ലാം ശരിയായതുകൊണ്ടല്ലേ അതിൽ കുറെ പേര് നിൽക്കുന്നത്. ചിലത് മാത്രം ശരി, അങ്ങനെ ഉണ്ടോ? അനവധി ശരികൾ ഈ ഭൂമുഖത്തില്ലേ. ഇന്നലെ വരെ ഞാൻ പറഞ്ഞത് മുഴുവൻ തെറ്റേ, ഇപ്പോഴൊപ്പം എന്റെ ശരി ഇതാണ്. നമ്മൾ പതിവായിട്ട് പലരും പറഞ്ഞേക്കാറില്ലേ, ഭംഗിയായിട്ടൊരു കാര്യത്തിന് വേണ്ടി വാദിച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തെറ്റി. ഇപ്പൊ നേരെ എതിർവസ്ഥ. ഭൂമുഖത്ത് അനവധി ശരികൾ ഇല്ലേ. അറിവ് വർദ്ധിക്കും തോറും അനവധി ശരികളെ കുറിച്ച് മനസ്സിലാക്കിയല്ലേ വേണ്ടത്. ഞാനും ഒരു സ്വാമിജിയും കൂടി ഒരു വേദിയിലെത്തിയപ്പോ ഒരു കുട്ടി എന്തോ വികൃതി കാണിച്ചു. അപ്പൊ ആരോ അവിടുന്ന് ക്ഷോഭിച്ചു. ആരോ ക്ഷോഭിച്ചപ്പോ ഈ സ്വാമി പറയണു, എനർജി അല്ലേ അത്, വെറുതെ ഇരിക്കുമോ? കുട്ടികളെ പറ്റി പറഞ്ഞ എനർജി അല്ലേ വെറുതെ ഇരിക്കുമോ? എനിക്ക് വലിയ ഇഷ്ടമായി. 50 കൊല്ലം മുമ്പേ ഇപ്പൊ എറണാകുളത്തോട്ട് താമസിക്കുന്ന ആത്മചൈതന്യജി പട്ടാമ്പിയില് ഒരു ഗീതാജ്ഞാന യജ്ഞത്തിന് വന്നപ്പോ ഞാനും കൂടിയുള്ള സമയത്ത് പറഞ്ഞൊരു വരി 50 കൊല്ലം കഴിഞ്ഞിട്ട് ഞാൻ ഓർക്കുക, ഇപ്പോഴും ഓർക്കുക. വരി ഇത്രേ ഉള്ളൂ, എനർജി അല്ലേ വെറുതെ ഇരിക്കുമോ? കുട്ടികളെ പറ്റി ആ സ്വാമി പറഞ്ഞു ശരി. തൽക്കാലം ആ കുട്ടികൾ ക്ഷോഭിച്ച് അങ്ങോട്ട് മാറിയേക്ക് എന്ന് പറഞ്ഞു, അതും ശരി. കുറെ ശരികളില്ലേ. അനവധി ശരികൾ ഉള്ളതിൽ ഒന്ന് മാത്രം ശരി എന്ന് പറയാൻ കഴിയൂ. പയ്യന്നൂര് പ്രകൃതി ചികിത്സയെ കുറിച്ച് ക്ലാസ് എടുക്കുക. അപ്പോഴാണ് കാര്യമായിട്ട് സദസ്സിനൊരു ചോദ്യം, നിങ്ങളൊരു മരത്തിന്റെ മുകളിൽ നിന്ന് വീണു, എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. എല്ലാരും കൂടി ചിരിച്ചു. എനിക്ക് ദേഷ്യമൊന്നും വന്നില്ല, ദേഷ്യം അഭിനയിച്ചുകൊണ്ട് നിങ്ങൾ എന്താ ചിരിക്കുന്നത്? ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് അവിടെ കിട്ടുന്നുണ്ട്, അതിനെപ്പറ്റി ഞാൻ കുറ്റം വല്ലതും പറഞ്ഞുകൊണ്ടോ? പ്രകൃതി ചികിത്സയുടെ ഗുണം പറയുമ്പോ
ആ വിഷയം പറയും. മറ്റേന്റെ എല്ലാ സൗകര്യവും നമുക്ക് വേണം. ഗുളിക കഴിക്കുകയും പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ ആശുപത്രി എത്തി എത്ര പേര് രക്ഷപ്പെടുത്തുന്നുണ്ട്. നല്ല രീതിയിൽ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾക്ക് അലോപ്പതി ട്രീറ്റ്മെന്റ് ഇടാൻ പറ്റുമോ? അതെ. അതുകൊണ്ടോ പ്രകൃതി ചികിത്സക്കാര് പോലും അംഗീകരിക്കാത്തൊരു കാര്യമാണ് മൂത്ര ചികിത്സ. ഞാൻ ഇതിനെപ്പറ്റി കുറെ പഠിച്ചിട്ടുണ്ട്. മൂത്ര ചികിത്സയെ പറ്റി ക്ലാസ് എടുത്തിട്ടുണ്ട്. ഞാൻ പ്രകൃതി ചികിത്സക്ക് എതിരാണ്. അപ്പൊ എന്റെ അർത്ഥം പ്രകൃതി ചികിത്സ, മൂത്ര ചികിത്സ, റെക്കി, ബ്ലാക്ക് മാജിക്, അതിനൊക്കെ ഭയങ്കര അർത്ഥതലങ്ങളും ഉണ്ട്. അനവധി വിഷയങ്ങൾ ഈ ഭൂമത്തുണ്ട്. ഒരു തവണ സീനിയർ സിറ്റിസൺസിന്റെ ഒരു ചടങ്ങ്, അവിടെ എന്റെ പ്രഭാഷണം വെച്ചപ്പോ വിഷയം എന്തായിരുന്നു വെച്ചാൽ വായ കീറിയ ഇര കിട്ടുന്ന. പേടിക്കണ്ട, വായ കീറിയ ഇര കിട്ടും. പാക്കനാര് പറഞ്ഞിട്ടുണ്ട്. വായ കീറിയാൽ എവിടെ ഇരയുണ്ട്. അതാണ് തിരുവണ്ണാമല പർവ്വതത്തിന്റെ മുകളില് മിണ്ടാതെ ഇരിക്കുന്ന, ഏറ്റവും മുകളിലിരിക്കുന്ന ഒരു പുള്ളി ഒറ്റ പശുവിന്റെ പാല് മാത്രമേ കുടിക്കുള്ളൂ എന്ന് വാശി. ആ ഒറ്റ പശുവിന്റെ പാല് കൊണ്ടുകൊടുക്കാൻ ആളുണ്ട്. ഞാൻ വിചാരിച്ചു എങ്ങനെയാ ജീവിച്ചിരിക്കണം. ഏറ്റവും പ്രധാനമാണ് വായ കീറിയ ഇര കിട്ടും. നിങ്ങൾ ദുഃഖിക്കണ്ട, മക്കളെ ചൊല്ലി വിഷമിക്കണ്ട. ഇന്ന് ഒരു കുട്ടി, പരമാവധി 2. അപ്പോഴേ അച്ഛനമ്മമാർക്ക് ടെൻഷൻ. എന്താണ് ഇവന്റെ ജീവിതത്തിൽ എന്താവുന്നു? ഒരു ടെൻഷനും ഇല്ലാതെ ജീവിക്കുന്നവരില്ലേ? എന്താവും, ഭാവിയിൽ എന്താവും? എന്റെ അച്ഛനമ്മമാർക്ക് 8 മക്കളാണ്, 8 പേര്. മൂത്ത ആളാണ് ഞാൻ. ഒരു കാലഘട്ടത്തിൽ ആർക്കും പണിയില്ലാത്തൊരു കാലഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് അതിനെ ചൊല്ലി അത്ര വലിയ ടെൻഷനൊന്നും അച്ഛൻ അനുഭവിക്കുന്നതായി കണ്ടിട്ടില്ല. അതൊക്കെ എങ്ങനെയെങ്കിലൊക്കെ രക്ഷപ്പെടും. ഒടുവിൽ എല്ലാവരും രക്ഷപ്പെട്ടു. അതിനെ ചൊല്ലി ഇങ്ങനെ ഒരു ഉത്കണ്ഠയില്ല. വായ കയറി ഇര കിട്ടും. 8 പേരും ഓരോ സ്ഥലത്ത് എവിടെങ്കിലൊക്കെ, ഏതെങ്കിലൊക്കെ ബസ് കയറിയിട്ട് നമ്മൾ ഉത്സവപ്പറമ്പിൽ എത്തുന്ന പോലെ, ഓട്ടോറിക്ഷ കയറിയിട്ടോ കള്ളവണ്ടി കയറിയിട്ടോ ഒക്കെ ഉത്സവപ്പറമ്പിൽ ഏതെങ്കിലും ബസ്സിൽ തൂങ്ങി പിടിച്ച് എത്തുന്ന പോലെ ജീവിതം മുന്നോട്ട് പോകും. അപ്പൊ അങ്ങനത്തെവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വായ കീറിയാൽ ഇര കിട്ടും. ഹിമാലയത്തിലെ പർവ്വതത്തിന്റെ ഒക്കെ മുകളില് പല സ്ഥലത്തും തുംഗനാഥ് ഒക്കെ പോകുമ്പോൾ ഇവരെങ്ങനെ ജീവിക്കുന്നു നമുക്ക് തോന്നാം. കേദാർനാഥിൽ നിന്ന് ഇറങ്ങി വന്നിട്ടാണ് ഒരു തവണ തുംഗനാഥ് പോയി. ഉത്തരം വായ കീറിയോ ഇര കിട്ടും. വളരെ എതിർച്ച ഉണ്ടായ ഒരു സംഭവമാണ്. അപ്പൊ ഈ സീനിയേഴ്സിനോട് ഈ വായ കീറിയ ഇര കിട്ടുന്നുള്ള വിഷയം ഞാൻ സംസാരം തീർന്നു. ഒരു 9:30 മണിക്ക് തീർന്നു രാവിലെ കേട്ടോ. അപ്പൊ വേറൊരു ചടങ്ങിലേക്ക് വിളിക്കാൻ സംഘാടകര് ജീപ്പായിട്ട് നിൽക്കുകയാണ്. ചെറുപ്പക്കാരുടെ ഏതോ മോട്ടിവേഷൻ ക്ലാസ് ആണ്, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ആയിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു ചടങ്ങോ എന്തോ ആണ്, മറന്നുപോയി. വളരെ യാദൃച്ഛിക. ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത് ചെറുപ്പക്കാരോടുള്ള വിഷയം എന്താ അറിയോ? വായ കീറിയ ഇര കിട്ടില്ല. ഇതിന്റെ ഓപ്പോസിറ്റ് അല്ല പറയണത്. അവിടെ പോയിട്ട് ഇതിന്റെ നേരെ തിരിച്ചല്ല പറയുന്നത്. വായ കീറിയ ഇര കിട്ടുമെന്ന് പറഞ്ഞ അർത്ഥം യുവാക്കളോട് പറയാ, വായ കീറിയ ഇര കിട്ടും, നിങ്ങളൊരു പണിക്കും പോണ്ട, റേഷൻ വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ അമ്മ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കൊന്നും വേണ്ട, വായ കീറിയിട്ടില്ല, ഇര പണിയെടുക്കണം, ശ്രദ്ധിക്കണം.
നോക്കിക്കൊണ്ടിരുന്നാൽ പറ്റില്ല. അത് വേറെ ശാസ്ത്രമാണ്. ഏതൊരു കാര്യവും ചെറുപ്പക്കാരനോട് പറയുന്ന ഒരു വരിയുടെ അർത്ഥമല്ല ആശുപത്രി കിടക്കുന്ന ഒരു വൃദ്ധനോട് പറയുക. ആശുപത്രി കിടക്കുന്ന വൃദ്ധനോട് പറയണ വരി ചെറുപ്പക്കാരനോട് എന്താ പറയും? വാഴ കയറി അര കിട്ടുമൊന്നുമില്ല. അതുകൊണ്ട് എന്ത് വേണം? ഉള്ള കഴിവ് വെച്ചിട്ട് പരിശ്രമിക്കണം, പണിയെടുക്കണം. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന യുവാക്കൾ ശ്രദ്ധിക്കുക, അവനവൻ പണിയെടുത്ത് ശീലിക്കണം. വായ കയറിയ ഇല കിട്ടുകയാണെങ്കിൽ അത് വേറെ തത്വചിന്തയാണ്. തത്വചിന്ത ശരി, ആ തത്വചിന്ത അല്ലാത്ത ശാസ്ത്രങ്ങൾക്ക് വളരെ പ്രാധാന്യം ഉണ്ട്. ഈ ഒരു വീക്ഷണം ജീവിതത്തിൽ ഉണ്ടാകും. അതിലൊരു ശരിയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ശരിയുടെ കൂടെ വന്നോളൂ. അതും ശരി ഇതും ശരി എന്ന് പണ്ട് ജീവിക്കണം എന്നല്ല പറയുന്നത്. ഇങ്ങനെ വരുമ്പോ നമുക്കുണ്ടാകുന്ന ഒരു ഗുണമാണ് സഹിഷ്ണുത. എല്ലാം ഒന്നാവല്ല, എല്ലാം പരസ്പര ഐക്യത്തിൽ എന്നല്ല. പഞ്ചസാരയ്ക്ക് മധുരം എന്ന ഗുണം, ഉപ്പിന് ഉപ്പ് രസം. ഉപ്പിനെ ചീത്ത പറയണ്ട, പഞ്ചസാരയും ചീത്ത പറയണ്ട. ഓരോന്നിനും ഓരോ ഗുണം. സഹിഷ്ണുതാബോധമുള്ളപ്പോ നമുക്കൊക്കെ അംഗീകരിക്കാനായിട്ട് കഴിയും. ഉയർന്നൊരു ചിന്തകൻ എന്നോട് ചോദിച്ചു, ഉപ്പ് ഏതുമാതിരിയാണ്? അദ്ദേഹം പറഞ്ഞു, മുളക് മാതിരി. കടയെന്ന് ഉപ്പ് വാങ്ങിയിട്ട് മുളകും വാങ്ങിയാൽ ഒരേ മാതിരിയാണ്. ഫൈനൽ എലിമെന്റ് എല്ലാത്തിന്റെയും ഒന്നാണ് അർത്ഥം. അപ്പോഴും ആ പറഞ്ഞത് ശരിയാണ്. എന്നും വെച്ച് ഉപ്പ് മുളക് പോലെയാണെന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഈ സഹിഷ്ണുത ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ച് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.